സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്പെക്സ് സൊസൈറ്റീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടറിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി 2/9/2026. പി എസ് സി വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഈ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. കേരള സംസ്ഥാന സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ വന്ന ജോലി ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കേരള PSC മുഖേനയാണ്. 30/7/2026 ഗസറ്റ് തീയതി പ്രകാരം വന്ന നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പർ 090/2026. കേരളത്തിലെ സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് വിജ്ഞാപനം വിളിച്ചിരിക്കുന്നത്. സാലറി സ്കെയിൽ 17,400 തൊട്ട് 46,450 വരെ. ഒഴിവുകളുടെ എണ്ണം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, അതായത് പ്രതീക്ഷിത ഒഴിവുകളാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞ തസ്തികയിൽ പ്രതീക്ഷിക്കുന്ന ഒഴിവുകളിലേക്കാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മത്സ്യഫെഡ് ഒഴികെയുള്ള മറ്റ് അപ്പെക്സ് സൊസൈറ്റികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി എന്നിവയ്ക്ക് 1:1 എന്ന അനുപാതത്തിലാണ് ഒഴിവുകൾ നികത്തുന്നത്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 44 വയസ്സ് വരെ. അതായത് 2/1/1982 1/1/2008 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവൂ. 2 തീയതികളും ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും SC/ST വിഭാഗക്കാർക്കും സാധാരണ ലഭിക്കുന്ന വയസ്സിളവ് ലഭിക്കുന്നതാണ്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം പ്ലസ് ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ, അതുമല്ലെങ്കിൽ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതുമല്ലെങ്കിൽ BCom വിത്ത് കോപ്പറേഷൻ, അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്. PSC കമ്മീഷൻ തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിന് കുറഞ്ഞത് 1 വർഷവും പരമാവധി 3 വർഷവും പ്രാബല്യമുണ്ടായിരിക്കും. എന്നാൽ 1 വർഷത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുന്നതാണ്. 3 വർഷ കാലാവധി പൂർത്തിയാകുന്നതുവരെ ആർക്കും നിയമന ശുപാർശ നൽകിയിട്ടില്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിക്കെങ്കിലും ശുപാർശ നൽകുന്നത് വരെയോ അല്ലെങ്കിൽ 1 വർഷത്തേക്കോ ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടുന്നതാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയവർക്ക് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2/9/2026 വരെ. ഇപ്പം നമുക്ക് അപേക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെയൊക്കെ ഒരു ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇവിടെ പിൻ ചെയ്ത് വെക്കാം. അത് കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള PSC ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.